നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് അഗ്നിവീർ, അതുപോലെ തന്നെ സോൾജർ, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, WMP, വുമൺ മിലിറ്ററി പോലീസ്, ഇങ്ങനെ അനേകം നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം, അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റും അത് ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളെല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ സൈറ്റിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ അപേക്ഷ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഓൺലൈൻ അപേക്ഷയിൽ ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മറ്റൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ട് പരീക്ഷ ക്യാൻസൽ ചെയ്തോ, വാറിൻ്റെ സമയമൊക്കെയല്ലേ, പരീക്ഷ ക്യാൻസൽ ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജും മെയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ല ക്യാൻസലൊന്നും ചെയ്തിട്ടില്ല, ഫേക്ക് ന്യൂസ് ഒരുപാട് വരുന്നുണ്ട്, അതും നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നുള്ളത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സൈറ്റിലുള്ള കാര്യം എന്താണ്, അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കുറച്ച് ദിവസം മുമ്പായിരുന്നു ഈ കാര്യം ഉണ്ടായിരുന്നത്. എന്തായാലും അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കടക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ CEE 2025, അതുപോലെ തന്നെ 26 ക്യാൻസൽഡ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ റീഫണ്ട് ടു കാൻഡിഡേറ്റ്സ് ഈസ് ഇൻ പ്രോഗ്രസ് ആൻഡ് ഷാൽ ബി കംപ്ലീറ്റഡ് ബൈ 20 മെയ് 2025 പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ പരീക്ഷ ക്യാൻസൽ ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല, പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ റീഫണ്ടിൻ്റെ കാര്യം, അതായത് ചിലവർ ഫീസ് അടച്ചിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീസ് അടച്ചിട്ട് അപേക്ഷയുടെ ഫീസ് പോയിട്ടില്ല, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷാ ഫീസ് പോയിട്ടില്ല, നിങ്ങൾക്ക് തിരിച്ചും കിട്ടിയില്ല എന്നാണെങ്കിൽ അത് തിരിച്ചു കയറും, മെയ് 2025 തിരിച്ചു കയറും എന്നുള്ള ഇൻഫർമേഷനാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എന്താണ് ഈ സ്ക്രീൻഷോട്ട് എന്ന് പലരും ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ കുട്ടികൾ ഇങ്ങനെ പാസ് ചെയ്ത് ഷെയർ ചെയ്ത് പോകുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. സൈറ്റിൽ വന്നത് എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് വ്യക്തമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ക്യാൻസൽഡ് ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്, ക്യാൻസൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. എക്സാമിനേഷൻ 2025, 26 ക്യാൻസൽഡ് ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്, എക്സാം അല്ല, ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ 2025, 26 ക്യാൻസൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പൈസ അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫണ്ട് അടച്ചു എന്നിട്ട് 2 സ്ഥലത്തും എത്താത്ത പോലെ പെൻഡിങ്, അങ്ങനെ എന്തെങ്കിലും ക്യാഷിൻ്റെ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് എന്ത് ചെയ്യും, നിങ്ങളുടെ അപേക്ഷ ക്യാൻസൽ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. അതായത് അങ്ങനെ സബ്മിറ്റ് ആവാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചവർക്ക് എന്ത് ചെയ്യും, ഇവിടെ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, അവരുടെ ക്യാൻസലായി, ആപ്ലിക്കേഷൻ ക്യാൻസലായി, ഫീസ് പോയിട്ടില്ല, സബ്മിറ്റ് ആയിട്ടുമില്ല, സബ്മിറ്റായി എല്ലാം ഓക്കെ ആയി, ഫീസൊക്കെ പോയവർ പേടിക്കേണ്ട കാര്യമില്ല, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ 20 മെയ് 2025 അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ റീഫണ്ട് എത്രയാണോ നിങ്ങൾ അടച്ചിട്ടുള്ള ആ ഒരു പൈസ അത് തിരിച്ച് കയറുന്നതായിരിക്കും. അതിനുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് തിരിച്ച് കയറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് പലരും പല രീതിയിൽ വളച്ചൊടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇത് ഷെയർ ചെയ്യും, നമ്മുടെ കേരളത്തിൽ പൊതുവേ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്, മേ ബി പുറത്തുനിന്ന് അങ്ങനെ വന്നേക്കാം. അതായത് ഇത് പരീക്ഷ ക്യാൻസൽ ചെയ്തു, ഇനി നിങ്ങൾ പഠിക്കണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ പഠിക്കുന്നവരെ തളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവസരത്തിൽ കയറാനുള്ളൊരു സാധ്യത കിട്ടുന്നത് കൊണ്ട് അങ്ങനെ പലരും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും ക്യാൻസൽ ചെയ്തിട്ടില്ല, പരീക്ഷ നടക്കേണ്ട സമയത്ത് തന്നെ നടക്കുന്നതായിരിക്കും. ഇനി എപ്പോഴാണ് പരീക്ഷ നടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജൂൺ മാസത്തിലാണ് പരീക്ഷ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിച്ചത്. കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ജൂണിലാണ് നമ്മുടെ അഗ്നിവീർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ആർമിയുടെ പരീക്ഷ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂണിൽ പരീക്ഷ ഉണ്ടാവും, നിങ്ങളെല്ലാവരും പഠിക്കുക, ക്യാൻസൽ ചെയ്തിട്ടൊന്നുമില്ല. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും വരുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. പിന്നെ ഈ സെയിം കാര്യം നമ്മൾ മുമ്പേ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂസ് ഫേക്കാണ്, അതായത് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന, അതായത് പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ന്യൂസ് ഫേക്കാണ്, പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഇത്രയും ഡിലേ ഡിലേ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ അഗ്നിവീറിൻ്റെ നമ്മുടെ TA ആർമീൻ്റെ അപ്ഡേറ്റ്, അതുപോലെ തന്നെ SSC GDൻ്റെ GD കോൺസ്റ്റബിളിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരുപാടധികം വേക്കൻസി റിപ്പോർട്ട് ചെയ്തത്, അങ്ങനെ കുറച്ചധികം അപ്ഡേറ്റ് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് കൊണ്ടാണ് അല്പം താമസം വന്നിട്ടുള്ളത്. എങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇത് എന്താണ് സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ അറിയിച്ചിട്ടുണ്ട്. ക്യാൻസൽ ചെയ്തിട്ടില്ല, പരീക്ഷ കൃത്യസമയത്ത് നടക്കേണ്ട സമയത്ത് നടക്കും, ജൂണിൽ നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അഡ്മിറ്റ് കാർഡൊക്കെ വരുമ്പോൾ എന്നും നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.